ഇത് സ്കാനിയൻ്റെ ട്രക്ക് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ട്രക്ക് ഒരു 10,000 cc 12,000 cc ഒക്കെ ഉണ്ട് അതിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി. അതേപോലെ വലിയൊരു ഫ്യൂവൽ ടാങ്കൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു ട്രക്കിന് റിയറിൽ എയർ സസ്പെൻഷനൊക്കെ ഉണ്ടല്ലോ. ചില ട്രക്കിന് 4 ബലൂൺ വരുന്നുണ്ട്. ഇതിന് 2 ബലൂണുള്ളത്. എയർ സ്പ്രിങ് ബലൂൺ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ അത് എയർ കയറിയിട്ട് എയർ സസ്പെൻഷനാണ് ശരിക്കും ഇതിന് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും. അതേപോലെ ഈ ഒരു ട്രക്കിന് റിയറിൽ ഡിസ്ക് ബ്രേക്കൊക്കെ വരുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഡിഫറൻഷ്യൽ കാണാം. അത് വലിയൊരു യൂണിറ്റ് ആട്ടോ. ഇതിൻ്റെ ക്രൗൺ വീലൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ 1.5 പണിയായിരിക്കും. ഭയങ്കര ഡയമീറ്റർ കൂടുതലുണ്ട് ഈ ഒരു ഡിഫറൻഷ്യലിന്. നല്ല ഗിയർ റേഷ്യോ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല ഹൈ ടോർക്കിൽ മൂവ് ചെയ്യുന്ന സാധനമായിരിക്കും ഇത്. അതേപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഈ വരുന്ന സമയത്ത് അതിന് ഡിസ്ക് ബ്രേക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസ്ക് ബ്രേക്കിന് കാലിവറൊക്കെ ഉണ്ട്. അത് എയർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന കാലിവറാണ്. അതേപോലെ അതിന് ABS ഒക്കെ വരുന്നുണ്ട്. ABSൻ്റെ സെൻസറൊക്കെ അവിടെ കാണാം. ഇതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്കിൻ്റെ കാലിവറൊക്കെ അതിൽ വരുന്നത്. കാരണം അത് എയർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പിസ്റ്റണൊക്കെ മൂവ് ചെയ്യുന്നത് ഡിസ്ക് ബ്രേക്കിൻ്റെ. അതുകൊണ്ട് ഇതിൻ്റെ ബ്രേക്ക് പാഡ് മാറാനൊക്കെ ഈസിയാണ്. നമ്മുടെ നാട്ടിലെ ലൈലൻഡിന് ഈ ബ്രേക്ക് ഷൂ അടിക്കുന്ന പോലെ കുറേ റിവറ്റ് തല്ലി പൊളിക്കലും പിന്നെ റിവറ്റ് അടിക്കലും ബ്രേക്ക് ഷൂ സെറ്റ് ചെയ്തെടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവും. ചില ട്രക്കുകൾക്ക് ക്ലച്ചും അതേപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന കെയർ ഉപയോഗിച്ചിട്ടാണ്. ചില ട്രക്കുകൾക്ക് ഡുവൽ ക്ലച്ചൊക്കെ വരുന്നുണ്ട്. ഈ എന്താ പറയുക ലക്ഷറി കാറുകൾക്കൊക്കെ വരുന്ന ഒരു ടെക്നോളജി ഒരു ട്രക്കിൽ ഉപയോഗിക്കുന്നുണ്ട്.